എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേഹവും സന്തോഷവും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അസൂയ എന്ന വികാരം കടന്നു വന്നിട്ടില്ലേ? കൂട്ടുകാരുടെ വിജയം കാണുമ്പോൾ, അവർക്ക് പുതിയ കാർ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കുടുംബജീവിതം കാണുമ്പോൾ ഒരു ചെറിയ വേദന മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അത് സ്വാഭാവികമാണ്. പക്ഷേ ആ വികാരം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അസൂയ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഈ വികാരം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും അരക്ഷിതാവസ്ഥ, അഭിമാനക്കുറവ്, അല്ലെങ്കിൽ വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവയിൽ നിന്നാണ് അസൂയ ഉടലെടുക്കുന്നത്. ഒരു സുഹൃത്തിന് പുതിയ കാർ വാങ്ങുമ്പോൾ, നിങ്ങളുടെ പങ്കാളി മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ സന്തോഷകരമായ ജീവിതം കാണുമ്പോൾ, അങ്ങനെ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അസൂയ തോന്നുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ട്രിഗറുകൾ തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഭയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സഹായിക്കും. അസൂയ തോന്നുന്നത് മോശം കാര്യമാണെന്ന് കരുതി സ്വയം കുറ്റപ്പെടുത്തരുത്. എനിക്ക് അസൂയ തോന്നുന്നു എന്ന് തിരിച്ചറിയുക. ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഒരു വികാരത്തെ നിരീക്ഷിക്കുന്നതിന് തുല്യമാണ്. അസൂയ പലപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിൻ്റെ ലക്ഷണമാണ്. ഞാൻ അത്രയ്ക്ക് മിടുക്കിയല്ല എന്നോ എൻ്റെ ജീവിതം അത്ര സന്തോഷമുള്ളതല്ല എന്നോ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവാം. ഈ ചിന്തകളെ മനസ്സിലാക്കുന്നത് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ നേടിയ ചെറിയ വിജയങ്ങൾ പോലും ഓർത്തെടുത്ത് ഒരു ഡയറിയിൽ എഴുതുക. ഒരു പുതിയ കഴിവ് പഠിച്ചത്, ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ദിവസം തരണം ചെയ്തത്, അങ്ങനെ എന്തുമാവട്ടെ, നിങ്ങളുടെ സ്വന്തം മുന്നേറ്റങ്ങളെ അംഗീകരിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അസൂയയെ എങ്ങനെ മറികടക്കാം? അതിനുള്ള ചില വഴികൾ നമുക്ക് നോക്കാം. നിങ്ങളെ നിങ്ങൾ അറിയുക. മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ, അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം മികച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. സ്വന്തം കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. സ്വന്തം നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുക. ഒരു പേപ്പറിൽ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ കാര്യങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രണ്ടാമത്തെ വഴി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമായിരിക്കണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ കഥകളുണ്ട്. മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ അത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ മാത്രം ചിന്തിക്കുക. അസൂയപ്പെടാൻ ഇത്തരം കാര്യങ്ങൾ വഴിവെക്കരുത്. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തെ വഴി നിങ്ങളുടെ മനസ്സിനെ മാറ്റുക എന്നതാണ്. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അതിൽ പങ്കുചേരാൻ ശ്രമിക്കുക. അവരെ അഭിനന്ദിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അസൂയയ്ക്ക് പകരം സ്നേഹവും സന്തോഷവും നമ്മുടെ മനസ്സിൽ നിറയും. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ഹോബികളിൽ ഏർപ്പെടുക. ഇത് നമ്മുടെ മനസ്സിന് പുതിയ ഊർജം നൽകും. നാലാമത്തെ വഴി മനസ്സമാധാനം കണ്ടെത്തുക എന്നതാണ്. അതായത് ധ്യാനം, യോഗ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അസൂയ വരുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസം എടുത്ത് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ വഴി നല്ല സൗഹൃദങ്ങൾ വളർത്തുക എന്നതാണ്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. അവർ നിങ്ങളെ അസൂയയിൽ നിന്ന് അകറ്റാൻ സഹായിക്കും. അസൂയയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കില്ല, പക്ഷേ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഈ മാർഗങ്ങൾ പിന്തുടർന്നാൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സമാധാനത്തോടെയും ജീവിതത്തെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയും.